പുറം കണ്ടിട്ടില്ല. അത് അലസി പോവാതിരുന്നാൽ മതി. എങ്ങനെ 2 കൊച്ചുങ്ങൾ ഉണ്ടാക്കി? അതിൽ പറയുന്നോട് നമുക്ക് ഈ കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റും കേട്ടോ, ആർക്കും പറ്റും. പക്ഷേ ഒരു അമ്മയുടെ മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു ഇച്ചിരി ഇത് തന്നെ വേണം. അല്ലാതെ അസ്ലാം മാർലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻസിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുവാണ്. അതായത് അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മോന്തയടിച്ച് പൊട്ടിക്കുന്നൊക്കെയാണ് അസ്ല വന്നിരുന്ന് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മോന്തയടിച്ച് പൊട്ടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അവർ. അവർക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിനെ വരെ വന്നിരുന്ന് മോശം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? നിന്റെ ഗർഭം അലസി പോകുന്നൊക്കെ തരത്തിലൊക്കെയാണ് ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിരുന്നത് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അസ്ല കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ആ ഷോർട്ട് വീഡിയോയുടെ താഴെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്. ഞാനും അംജുക്കും ശരിക്കും മിസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ മാത്രമായിട്ടുള്ള കുഞ്ഞി ട്രാവല്, ഒരു സ്റ്റേക്കേഷൻ, കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സ്, അങ്ങനെയൊക്കെ. അപ്പം നമ്മളുടെ അടുത്ത് തന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടി നോക്കിയിരുന്നു. അപ്പോഴാണ് നമ്മുടെ വർക്കലയിലുള്ള ഈ പ്രോപ്പർട്ടി കണ്ടത്. ഈ കവാടത്തിലൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ മാത്രം ലോകമാണ്, വേറൊരു മാടും ഇല്ല, നമ്മുടെ പ്രൈവസി ഫുൾ കിടു. സാധാരണ വർക്കല എന്ന് പറഞ്ഞാൽ കടലിന് ചുറ്റുന്നതല്ല, കായലിന് ചുറ്റുമാണ് ഈ വില്ല ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂം പ്രീമിയം ലെവലായിരുന്നു, പിന്നെ ഹൈ സ്പീഡ് വൈഫൈ ആയിരുന്നു. അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സിലും അതൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ചില്ല് ചെയ്തിരുന്ന്. പിന്നെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചില്ല, ഇത് വാഷ്റൂമാണ്, ഇത് ബെഡ്റൂം അല്ല, വാഷ്റൂം ഉണ്ടല്ലോ. എൻ്റെ പൊന്നി, ഇവിടുന്ന് കുളിക്കാൻ തന്നെ 10 മണിക്കൂർ കൂടെ ഇരുന്ന് കുളിക്കാൻ തോന്നും, അത്രയ്ക്ക് ഇടും വ്യൂ. പിന്നെ അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഷോർട്സ്. അടിപൊളി ഒരു വീഡിയോ അല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറ്റമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ താഴെയാണ് കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട്. ഗർഭം അലസാതിരുന്നാൽ മതി. ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ്, സജിത എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. ശരിക്കും ഈ കമൻറ്റ് ഇട്ടത് ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ വന്ന് കമൻറ്റ് ഇടത്തില്ല. കാര്യം കുട്ടികളുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയവർ ഒരിക്കലും ഈ രീതിയിൽ വന്ന് മറ്റൊരു സ്ത്രീയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കമൻറ്റ് എഴുതി ഇടത്തില്ല. കാര്യം അങ്ങേയറ്റം ചെറ്റത്തരമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. പ്രൈവറ്റ് മൊമെൻറ്റ് പ്രൈവറ്റ് ആക്കി വെക്കാതെ പബ്ലിക് ആക്കിയത് കൊണ്ടല്ലേ സിസ്റ്റർ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്? അതായത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് ചെയ്യാറുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാറുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലാണത്. അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്തിടണം എന്തിടണ്ട എന്നുള്ളത്. നിനക്കൊന്നും യാതൊരുവിധ അവകാശവും ഇല്ല. നിനക്കൊന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. ഇങ്ങനെയൊക്കെ വന്നിരുന്ന തോന്നിവാസങ്ങളൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? യൂട്യൂബേഴ്സിൻ്റെ വിചാരം അവർക്ക് മാത്രമേ പ്രേമവും കല്യാണവും ഗർഭവും പ്രസവവും എല്ലാം ഉള്ളൂ എന്നാണ്. പറഞ്ഞാൽ പറയും എല്ലാം ഭാവിയിൽ കാണാൻ വേണ്ടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വയം സൂക്ഷിച്ച് വെച്ചാൽ പോരെ. അപ്പോൾ കാര്യം അതല്ല, നാണം വിറ്റ് ഓണം ഉണ്ണണം, അത്ര തന്നെ. ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം വിറ്റു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആൾക്കാരുടെ പ്രൈമറി ഇൻകമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ആയിക്കഴിഞ്ഞാലും മിക്ക യൂട്യൂബേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ്. അതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണ്. അല്ലാതെ തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാര്യം നിങ്ങളുടെ ഒന്നും ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത്രയാണത്. അല്ലെങ്കിൽ നീ ഒന്നും വന്ന് ഇങ്ങനെ കമൻ്റ് ഇടത്തില്ല. കാര്യം നിനക്കൊന്നും ലൈഫിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നിനക്കൊക്കെ തോന്നുന്ന ഒരു അസൂയ ഉണ്ടല്ലോ, ആ സാധനത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. എന്തായാലും ഞാൻ ഇത്രയും കമൻറ്റ്സ് ഇവിടെ വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അസ്ലയുടെ ഒരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് അസ്ലയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ റിലീസിന് മൊത്തം കമന്റ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയോ വേണ്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച്, പക്ഷേ വെറുതെ നമ്മളെ കുഞ്ഞിനെ തൊട്ട് കളിച്ചാൽ നമുക്ക് പൊള്ളൂല്ലേ, ഏത് അമ്മമാർക്കും പൊള്ളും. അതിലൊന്നായിരുന്നു ഗർഭം അലസി പോവാതിരുന്നാൽ മതി. എനിക്കിത് വായിക്കുന്നതേ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിച്ച് വരുന്നുണ്ട്. ഗർഭം അലസാതിരുന്നാൽ മതി. അതെന്താണെന്നറിയോ? ഈ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ രസം പിടിക്കുവോ, എന്ത് ഇതിനേക്കാളും വലുതിടണം എന്നുള്ളൊരു ത്വര ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. കാര്യം എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ദിയാകൃഷ്ണയുടെ ഒരു വീഡിയോ എടുക്കാം, എത്ര അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ താഴെ വരെ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്ന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തുമാത്രം വിവരം ഇവർക്കൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ശരിക്കും 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അസ്ല. അപ്പോൾ ആ കുഞ്ഞിനെ കിട്ടാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകളും കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇടുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ദൂരം ചെറ്റത്തരമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഈ കമന്റ് ഇട്ടത് സജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ചാനലുണ്ട്,
2 പിള്ളേരുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അത് ഞാൻ അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ 2 പിള്ളേരുള്ളൊരു സ്ത്രീയാണ്. 2 പിള്ളേർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വന്ന് കമൻ്റ് ഇടുമോ? നിങ്ങളും ഒരു പ്രസവ വേദന എന്താണെന്ന് അനുഭവിച്ചൊരു സ്ത്രീയല്ലേ? നിങ്ങൾക്ക് നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രൊഫൈലും ഡീറ്റെയിൽസൊക്കെ എടുത്ത് വെച്ച് തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. കാര്യം ഇതിപ്പോൾ അസ്ലക്ക് മാത്രമല്ല, പല സ്ത്രീകളും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാര്യം അനാവശ്യമായിട്ട് വന്ന ഓരോ കമൻറ്റിലൂടെ അവരെ മോശക്കാരിയാക്കാൻ ചിത്രീകരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പണ്ട് ഈ ആണുങ്ങൾ മാത്രമായിരുന്നു ഫേക്ക് ഐഡി ഉണ്ടാക്കി ചീത്ത വിളിക്കുന്നതെന്നായിരുന്നു എല്ലാവർക്കും ഒരു വിചാരം. ഒരിക്കലുമല്ല. സ്ത്രീകൾ ഒട്ടും പുറമോട്ടല്ല. സ്ത്രീകൾ മുൻനിരയെ തന്നെ നിൽക്കുവാണ് എല്ലാവരെയും വന്ന് ചീത്ത വിളിക്കാനായിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മുന്നിലാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചെകളടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. സത്യം പറയാതെ ഞാൻ മോന്തടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരിച്ചിട്ടില്ല. എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഒക്കെ ഇടുന്നത്. ജനിക്കാൻ പോകുന്ന ഒരു കൊച്ച് വയറ്റിൽ ഇതുവരെ അത് പുറം കണ്ടിട്ടില്ല. അത് അലസി പോവാതിരുന്നാൽ മതി. എങ്ങനെ 2 കൊച്ചുങ്ങൾ ഉണ്ടാക്കി? അതിൽ പറയുന്നോട് നമുക്ക് ഈ കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റും കേട്ടോ, ആർക്കും പറ്റും. പക്ഷേ ഒരു അമ്മയുടെ മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു ശരിക്കും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് എൻ്റെ അമ്മമാരുൾപ്പെടെ എല്ലാവരും നമ്മളെ കൈകളിലേക്ക് കിട്ടാൻ വേണ്ടി അവരെന്തുമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ? അപ്പം ഇതിൻ്റെ ഒന്നും ഒരു വില മനസ്സിലാക്കാതെയാണ് ഇമാതിരി തോന്നിവാസങ്ങൾ വന്നിരുന്ന കമൻ്റ് ഇടുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വന്നിരുന്നിട്ട് ബാക്കിയുള്ള സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കാതിരിക്കാൻ നോക്കുക. ഒരു 2 പിള്ളേരുള്ള ഒരു സ്ത്രീയാണ് വന്ന് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. സോ കഴിവതും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുക. അതിനുള്ളൊരു മറുപടി നിങ്ങളെല്ലാവരും പോയി റിപ്ലൈ ആയിട്ട് കൊടുക്കണം. കാര്യം ഇനി ഒരു മനുഷ്യരുടെ അടുത്തും ഇമാതിരി തോന്നിവാസം വരരുത്. ഇതന്നെ വേണം. അല്ലാതെ ഒരു ഗർഭിണി 7 മാസമായിരിക്കുന്നു. 7 മാസം നമ്മൾ എനിക്കും എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും കാര്യങ്ങളും നമ്മളുടെ ഓരോ ദിവസം പോണത്, ഓരോ മിനിറ്റ് പോണത് ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കും, ഈ കുഞ്ഞെ വളരുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തതിലും ഉള്ളതിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇമ്മാതിരി കമന്റ്സ്. പിന്നെന്താ, വേറെ ഒരുത്തി കേട്ടെ കുട്ടി താഴ്ന്ന് അങ്ങ് വീഴോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത്? എന്താ പറയാ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി? ചില ആൾക്കാർ അങ്ങനെയാണ്. ഇവരെ ആരെയും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കുട്ടി അങ്ങ് താഴെ വീഴുമെന്നൊക്കെയുള്ള രീതിയിൽ ഇവരുടെയൊക്കെ പേര് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവാൻ പോകുന്നില്ല. കാര്യം സൈബർ കേസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അതിശയം. ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് നിയമം ഇവിടെ കൊണ്ടുവരണം. മതം പറഞ്ഞാണ് ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതമാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരാളുടെ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിയൊക്കെ പറയാൻ വേണ്ടിയിട്ട്, സത്യം പറയട്ടെ, ഞാൻ എൻ്റെ മുന്നിലാണിത് പറഞ്ഞാൽ ഞാൻ എനിക്കെന്ന് പറ്റി നമ്മളെ പറ്റി പറയണ പോലെയല്ല നമ്മളെ കുഞ്ഞിനെ പറ്റി തൊട്ട് കളിക്കുമ്പോൾ. ഈ ഏറ്റവും ലെസ്സായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ആൾക്കാർ തന്നെയാണ് ഏതെങ്കിലും പെണ്ണ് ആത്മഹത്യ ചെയ്ത, ഏതെങ്കിലും സ്ത്രീ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആംബുലൻസ് കിട്ടും. ഈ ആംബുലൻസ് പോയ അവസ്ഥയെ നമ്മൾ ഓരോ മനുഷ്യന്മാർക്കുള്ളൂ. നാളെ എന്ത് സംഭവിക്കും, അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത അതിൻ്റെ അടിയിൽ കമൻസ് വന്നു തുടങ്ങും. സഹതാപം, കണ്ണീര്, വിഷമം. ഇനി ആരാണോ പെണ്ണ് മരിക്കാൻ കാരണം അവരെ തെറി വിളിച്ചോണ്ട്, ചീത്ത വിളിച്ചോണ്ട്, നിങ്ങളോ? വളരെ സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും കാരണത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ സഹതാപം എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരും. എന്നാൽ പകുതി ആൾക്കാർ ആ ഒരു സമയത്തേക്ക് ഒരു ആത്മാർത്ഥത കാണിച്ചിട്ട് അപ്പുറത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ പോയി ചീത്ത വിളിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. എന്തായാലും കഴിവതും ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കുക. സ്ത്രീയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചെന്നിട്ട് ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾ ആരും ഇങ്ങനൊന്നും പറയാതിരിക്കുക. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നൊക്കെ പറയണത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ വന്നിരുന്ന് കമൻറ്റിലൂടെ നിങ്ങൾ എഴുതിയിടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.